ഡോക്ടർ മോഹൻ വർഗീസ് US ഇടപെട്ടുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതത്തിൽ മറ്റൊരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചു എന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയാണല്ലോ ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇപ്പോൾ BJP അത് ഏറ്റെടുത്തിരിക്കുകയാണ്. കോൺഗ്രസും ചില മാധ്യമപ്രവർത്തകരും വിദേശ പണം കൈപ്പറ്റി രാജ്യ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന ആരോപണം BJP ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, വിദേശകാര്യ മന്ത്രാലയം ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കും. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ബൈഡൻ്റെ ഭരണകാലത്ത് US ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് കോടിക്കണക്കിന് രൂപ ഭാരതത്തിലേക്ക് നൽകി എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്താൻ മാത്രം $21 മില്യൺ US എയ്ഡ് വിനിയോഗിച്ചത്. ഇതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് 10 മലയാളികൾ ഉൾപ്പെടെ 86 മാധ്യമപ്രവർത്തകർക്കും പണം ലഭിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ പലരും പറയുന്നത് ട്രംപിൻ്റെ പരാമർശങ്ങളെ വിശ്വാസത്തിലെടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഹീ ഈസ് ഓൾവേസ് റിസോർട്ടിംഗ് ടു എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് ഏതോ ഒരു ചാനലിൽ അമേരിക്കയിലുള്ള ഒരാൾ പറയുന്നതും കേട്ടു. അങ്ങനെ ട്രംപിനെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ശ്രീ അനിൽ, ഞാൻ ഇപ്പോൾ പരാമർശിച്ച ചാനൽ ചർച്ചയിൽ ഞാനും ഇരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രംപ് എന്ന വ്യക്തിയെ നമ്മൾ വേറിട്ട് കാണണം. അതേസമയം ട്രംപ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതിനെ അതിൻ്റേതായ സമഗ്രതയിൽ കണ്ടെങ്കിലേ പറ്റൂ. കാരണം ഇലോൺ മസ്ക് എന്ന ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാൻ, അല്ലെങ്കിൽ ഡോഡ്ജ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി, ആ ഒരു ഗവൺമെൻറ് എഫിഷ്യൻസി കൂട്ടുന്നതിൻ്റെ ഭാഗമായി പരമ്പരാഗതമായ ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി USAID എന്ന രൂപത്തിൽ കോടിക്കണക്കിന് ഡോളറാണ്, ദശലക്ഷക്കണക്കിന് ഡോളേഴ്സാണ് പല രാജ്യങ്ങളിലും ചെലവഴിച്ചിരുന്നത്. അതിൻ്റെ ഒരു നല്ല പങ്ക് ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വികസനം, രോഗ അവസ്ഥയെ നേരിടുന്നത്, പ്രതിരോധ മരുന്നുകളുടെ വിതരണം എന്നുവേണ്ട സമഗ്ര മേഖലകളിലും മൂന്നാം ലോക രാജ്യങ്ങളുടെ മനസ്സുകളെ സ്വാധീനിക്കുന്ന രീതിയിൽ അമേരിക്ക ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ആത്യന്തികമായി ഭരണകൂടങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കുക, ജനങ്ങളുടെ മനസ്സിനെ അമേരിക്ക അനുകൂലമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു രീതിയുണ്ട്. അതിൽ ഒരു ഡയമെൻഷൻ മാത്രമാണ് ഡെമോക്രാറ്റൈസേഷൻ ഓഫ് ദ വേൾഡ്. അത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ ഒരു നയമായി വന്നതാണ് മെയ്ക്ക് ദ വേൾഡ് സേഫ് ഫോർ ഡെമോക്രസി. ലോകത്തെ ജനാധിപത്യവൽക്കരിക്കുക. അതിനുള്ള ചരിത്രപരമായ നിയോഗം തങ്ങളിൽ വന്നു ചേർന്നു എന്ന് ഓരോ അമേരിക്കൻ പ്രസിഡന്റുമാരും വിശ്വസിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി അമേരിക്കയെ വലുതായി നിലനിർത്താൻ, അമേരിക്കയുടെ പ്രതിച്ഛായ ലോകരാജ്യങ്ങളുടെ ഇടയിൽ വളരെ ഗംഭീരമായി നിലനിർത്തുന്നതിന് വേണ്ടി സ്വല്പം പണം ചെലവഴിച്ചാലും സാരമില്ല എന്ന നിലപാടായിരുന്നു അമേരിക്കൻ പൊതു ഖജനാവിൻ്റെ, അല്ലെങ്കിൽ പൊതു സ്പെൻഡിങ്ങിൻ്റെ, ഓരോ വർഷത്തെയും സ്പെൻഡിങ്ങിൻ്റെ 0.6%, അതായത് 0.5%, 1% താഴെ, അത്രയും തുക, അത് വലിയൊരു തുകയാണ്. ആ ഒരു തുക വിദേശ രാജ്യങ്ങളുടെ വ്യവസ്ഥകളെ, അടിസ്ഥാന സൗകര്യങ്ങളെയും സാമൂഹ്യ വ്യവസ്ഥകളെയും എല്ലാം ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടി അതിനെ അമേരിക്ക അനുകൂലമായി തിരിക്കുന്നതിനോട് ഉപയോഗിച്ചിരുന്നു. അതിലെ പല ഏജൻസികളിലൂടെയാണ് അത് 1961 മുതൽ ഗവൺമെൻറ് നേരിട്ടല്ല, മറിച്ച് ചില ഏജൻസികളിലൂടെയാണ്. അതുകൊണ്ടാണ് USAID എന്നൊരു പ്രോഗ്രാം 1961 ജോൺ എഫ് കെനഡി പ്രസിഡൻ്റായിരുന്ന കാലത്താണ്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നവംബർ 1961 51 മുതലുണ്ട് ആ ഒരു പ്രോഗ്രാം. പക്ഷേ 61 അതിനെ ഒന്ന് റീവാമ്പ് ചെയ്തെടുത്തു. അപ്പോൾ കെനഡിയുടെ ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട്, കെനഡിയുടെ ഒരു ടച്ച് ഉണ്ട്. അപ്പോൾ അതിനെ ഒരു സോഫ്റ്റ് പെഡലിംഗ് ആണ്, അതൊരു സോഫ്റ്റ് പവർ ഡിപ്ലോമസിയുടെ ഭാഗമായി USAID അന്ന് മുതൽ ഉപയോഗിച്ചു. അതിന് മുമ്പ് തന്നെ ഈ പദ്ധതി ഉണ്ടായിരുന്നു, ഗവൺമെൻറ് നേരിട്ടായിരുന്നു കൊടുത്തിരുന്നത്. മറ്റ് ഏജൻസികളിലൂടെ റൂട്ട് ചെയ്യാൻ തുടങ്ങി. അതിൽ ഒരു പ്രധാന ഏജൻസിയാണ് ഇലക്ഷനുകളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ സ്ട്രെങ്തനിങ്, അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിലൂടെ ഇന്ത്യക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ $21 മില്യൺ. കടമെടുക്കുകയാണെങ്കിൽ വോട്ടേഴ്സ് ടേൺ ഔട്ടിന് വേണ്ടിയാണ് 21 മില്യൺ അല്ലേ? വോട്ടേഴ്സ് ടേൺ ഔട്ട് എന്ന് പറയുന്നത് ഈ ഡെമോക്രാറ്റിക് പ്രോസസ്സ് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, സമ്പുഷ്ടമാക്കുക. അവിടെയാണ് സംശയത്തിന്റെ മുന, അവിടെയാണ്. അതുവരെ ഒക്കെയാണ്.
അതായത് കൊതുക് നിവാരണം, മലമ്പനി, മലേറിയ അതുപോലെയുള്ള കാര്യങ്ങളുടെ നിവാരണം, അല്ലെങ്കിൽ എയ്ഡ്സിനെ നേരിടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുകയ്ക്ക് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ, ഒരു ആഗോള സാമൂഹ്യ പ്രതിബദ്ധതയുടെ രൂപമുണ്ട്. അതേസമയം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതം, ആ ഭാരതത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൂടുതൽ പേര് കടന്നു വന്ന് വോട്ട് ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്താനായി $21 മില്യൺ നൽകുന്നു എന്ന് പറയുമ്പോൾ അതിന് ഒരു കേവല യുക്തി നമുക്ക് കാണാനാവില്ല. കാരണം ഇന്ത്യ ഒരു ശക്തമായ ജനാധിപത്യ രാജ്യം തന്നെയാണ്. വോട്ട് ടേൺ വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നു. അതുമാത്രമല്ല, രാഷ്ട്രീയ കക്ഷികൾ വലിയ തുക ചെലവഴിച്ചുകൊണ്ട് പ്രചരണം നടക്കുന്നു. പരമാവധി പേരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുക, അങ്ങനെ ജനാധിപത്യ സംവിധാനം ശക്തിപ്പെടുത്തുക. അവിടെ എന്തിനാണ് അമേരിക്കൻ സഹായം, സാമ്പത്തിക സഹായം? അവിടെ അതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ശ്രീ നമ്പ്യാർ, ഇവിടെ ഉണ്ടാകുന്ന ഒരു ചോദ്യം, ഇത് എന്നത്തെ ഫണ്ടാണ്? ഈ പറയുന്ന $21 മില്യൺ എന്ന് പറയുന്നത് ജോ ബൈഡന്റെ കാലത്ത് എത്തിയത് എന്ന് ധ്വനി ഉണ്ടാകുന്ന രീതിയിലാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു കൺവെൻഷനിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെച്ചത്. അത് ഫ്ലോറിഡയിൽ വെച്ചാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഫ്ലോറിഡയിൽ വെച്ചാണ്. അതിന് മുൻപ് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ്, 2 ദിവസമായി ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ട്രംപിന്റെ ഭാഗത്തു നിന്നല്ല, മറിച്ച് ഇലോൺ മസ്കിന്റെ ഭാഗത്തു നിന്ന് ഈ പറയുന്ന ഡോഡ്ജ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി, അത് നൽകിയ നിർദ്ദേശമെന്ന് പറയുന്നത് ചെലവ് ചുരുക്കുക. 10,000 ജീവനക്കാരിൽ നിന്നും ഈ പറയുന്ന ഇതിനോട് USAIDുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കുള്ള അതിൽ നിന്നും 286 ജീവനക്കാരിലേക്ക് വർക്ക് ഫോഴ്സിനെ ചുരുക്കുക. അതുമാത്രമല്ല, കൊടുക്കുന്ന ഫണ്ട് ഒറ്റയടിക്ക് തന്നെ നിർത്തുക. പല കാര്യങ്ങൾക്കാണ് ഇത്, ജനാധിപത്യവൽക്കരണത്തിനാണ് ഈ ഫണ്ട്. മറ്റ് കാര്യങ്ങൾക്കുള്ള ഫണ്ടും പിൻവലിക്കുക. അതുമാത്രമല്ല, അമേരിക്കയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലെ എക്സ്പോഷറെ ഉടനടി പിൻവലിക്കുക. ലോകാരോഗ്യം അമേരിക്കയുടെ വിഷയമല്ല, അത് ഐക്യരാഷ്ട്രസംഘടന നോക്കിക്കോളും. അത് ഏറ്റവും വലിയ ഡോണറായ അമേരിക്ക പിൻവാങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സമഗ്ര മേഖലകളിലും പരമാവധി ചെലവ് ചുരുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നൊരു പദ്ധതിയുടെ ഭാഗമായി. ഒറ്റ കാര്യം കൂടി ഒന്ന് ഇടപെട്ടോട്ടെ. അതായത് ഈ ഫണ്ട് മിസ്യൂസ് ചെയ്യുന്നു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഈ ഡോജിൻ്റെ ഫോർമേഷനും, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് വിശദമായിട്ടുള്ളൊരു പരിശോധന നടത്തി ചില യാഥാർത്ഥ്യങ്ങൾ, വസ്തുതകളൊക്കെ ഉൾക്കൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഈ മസ്ക് ട്രംപിനെ അത് കൺവേ ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അദ്ദേഹം ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്, അല്ലേ? ഇറ്റ്സ് നോട്ട് എ കാഷ്വൽ റിമാർക്ക്. ഇതിലെ ആശാരിയുടെ പണിക്കുറവും തടിയുടെ ഒരു ലേശം വളവും ഒരുപോലെ ഇൻവോൾവ് ആണെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. കാരണം ഇത് വ്യക്തികളാണ്. ട്രംപ് എന്ന വ്യക്തി, ഈലോൺ മസ്ക് എന്ന വ്യക്തി. ഈലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് പ്രോഗ്രാമിന് എതിരെ കർശനമായി നിന്ന ഒരു വ്യവസ്ഥയാണ് ഈ പറയുന്ന ഫണ്ടുകൾ പലതും. ഇതിൻ്റെ എല്ലാം റൂട്ടിങ്ങിന് ഉപയോഗിച്ച ഏജൻസികൾ പലതും സ്റ്റാർലിങ്കിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു. അങ്ങനെ ഇലോൺ മസ്കിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു, താൻ ഒരു നിലയിലായിക്കഴിഞ്ഞാൽ ഈ സംഭവം ഒന്ന് പൂട്ടിയെടുക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നു. അതുമായി ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അപ്പോൾ അതുമായി അല്ലെങ്കിൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അത് പ്രവർത്തിച്ചതാണ് എന്ന് ഒരു വിഭാഗം ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു വിഭാഗം അമേരിക്കയിലുമുണ്ട്. അപ്പോൾ അത് ഒരു വശത്ത്. മറുവശത്ത് ഡൊണാൾഡ് ട്രംപിൻ്റെ പോളിസിയാണ് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റാണ് അമേരിക്കയുടെ ഡീപ്പ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ പൊളിച്ചടുക്കുക. അങ്ങനെയെങ്കിൽ ഇതൊരു പുതിയ അമേരിക്കയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഒന്നാം ഊഴത്തിൽ 16 മുതൽ 20 വരെയുള്ള ഒന്നാം ഊഴത്തിൽ അതിന് സാധ്യമാകുമായിരുന്നില്ല. കാരണം കോൺഗ്രഷണൽ മെജോറിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്ഥിതിഗതികൾ അനുകൂലമാണ്. അങ്ങനെയെങ്കിൽ ഡീപ് സ്റ്റേറ്റ് അമേരിക്ക പ്രവർത്തിക്കുന്നത് ഈ USAID പോലെയുള്ള സമിതികളിലൂടെയാണ്. വരുന്നതിന് മുമ്പ് ഹിൻഡൻബർഗ് പൂട്ടിപ്പോയി, സോറോസിനെയും പൂട്ടുക. ഈ ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റിൻ്റെ ഒരു ബെനിഫിഷ്യറിയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാർട്ടിസിപ്പൻ്റാണ്, അദൃശ്യകരമാണ് ജോർജ് സോറോസ്. അതിൽ സംശയമൊന്നുമില്ല. അപ്പം സോറോസിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ പല രാജ്യത്തായി പടർന്നു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ബിസിനസ് താല്പര്യങ്ങൾ, ഇൻവെസ്റ്റ്മെൻറ്റ് താല്പര്യങ്ങൾ, അതിന് അനുരൂപമായ രീതിയിൽ ഗവൺമെൻറ്റുകളെ ക്രമീകരിക്കുന്നതിന് വേണ്ടി ജനകീയ പ്രക്ഷോഭങ്ങൾ ഒരുക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണോ കർഷക സമരം ഉണ്ടായത്? അതിൻ്റെ ഭാഗമായിട്ടാണോ അണ്ണാ ഹസാരയുടെ സമരം ഉണ്ടായത് ഈ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് അവസാന കാലത്ത്? അതുകൊണ്ട് കോൺഗ്രസിന് ഒരു പരിധിവരെ ആശ്വസിക്കാം. കാരണം അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയത് നേരിട്ട് BJPക്ക് പണം കൊടുത്തു എന്ന് ആരോപിക്കാനാവില്ല. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ ഇവിടെ നമ്മുടെ വിവാദമായിട്ടുള്ള ചാരക്കേസ് പോലും പരാമർശിച്ചു. അത് ചാരക്കേസ്
ഇതെല്ലാം തന്നെ അമേരിക്കയുടെ കരങ്ങൾ. ഇതിനകത്ത് ലോകത്തെവിടെ എന്ത് സംഭവിച്ചാലും അതിന് പിന്നിൽ ഒരു അമേരിക്കൻ കരം ആരോപിക്കാവുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. മാറിപ്പോയി. ഡൊണാൾഡ് ട്രംപ് ഈസ് മൈൻഡിങ് ഹിസ് ഓൺ ബിസിനസ് ഇൻ അമേരിക്ക. അതിൻ്റെ ഭാഗമായി ലോകത്തെ ക്രമീകരിച്ചെടുക്കുക, അല്ലാതെ ലോകത്തെ സമസ്ത വിഷയങ്ങളും പരിഹരിക്കുക എന്നത് അമേരിക്കയുടെ നയമല്ല, അല്ലെങ്കിൽ ട്രംപിൻ്റെ നയമല്ല. അതിൻ്റെ ഭാഗമായി വിഡ്രോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണിത്. അപ്പോഴാണ് ട്രംപ് ചില തുറന്നു പറച്ചിലുകൾ നടത്തുന്നത്. ഈ തുറന്നു പറച്ചിൽ ട്രംപിൻ്റെ ഒരു രീതിയാണ്, സ്വഭാവ വിശേഷമാണെന്ന് കൂട്ടാം. ആ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കൺവെൻഷനിൽ മുൻകാലത്ത് ഡെമോക്രാറ്റുകൾ ചെയ്തത്, ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ കാലത്ത് ചെയ്തത് സർവത്ര അബദ്ധമായി എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇലോൺ മസ്ക് പറഞ്ഞ ഒരു പ്രസ്താവനയെ എടുത്ത് ഒന്നുകൂടി എങ്ങനെ 21 ലക്ഷം അവിടെ ചെലവഴിച്ചു, അതിന്റെ ആവശ്യം എന്താണ്, എന്തിനാണ് ഇത്രയും പണം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇന്ത്യയെ അറിയിക്കും. അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരാനാണോ, മോദി ഗവൺമെന്റിനെ മറിച്ചിടാൻ വേണ്ടിയാണോ? മറിച്ചിടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഇന്ത്യയിലെ പ്രതിപക്ഷമായിരിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ ആ പണം ചെന്നെത്തിയത്, അല്ലെങ്കിൽ അതിന്റെ ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് ലഭിച്ചത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് പാർട്ടിക്കും ആണോ എന്ന രീതിയിൽ ട്രംപ് ഒരു സംശയം ഉന്നയിക്കും. സാധാരണഗതിയിൽ ഇതൊരു പൊളിറ്റിക്കലി കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ല. യാതൊരു രീതിയിലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് മുൻകാലങ്ങളിൽ നടത്താത്ത രീതിയിലുള്ള ഒരു ബ്ലണ്ട് സ്റ്റേറ്റ്മെൻ്റാണ്. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് സത്യം എന്തെങ്കിലും ഉണ്ടോ? ജോർജ് സോറോസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ കോൺഗ്രസ് പാർട്ടിയുമായി ജോർജ് സോറോസ് ഉണ്ട് എന്ന് അവർ പറയുന്ന, അല്ലെങ്കിൽ അത് കോൺഗ്രസ് അത് നിഷേധിക്കുന്നുണ്ട്. പക്ഷേ BJP എക്കാലത്തും സോറോസിൻ്റെ ബിസിനസ് ഇൻട്രസ്റ്റിനെയും അത് ഇന്ത്യയിൽ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ചേർത്ത് പറയുന്ന ഒരു പതിവുണ്ട് വർഷങ്ങളായി. അതിനുള്ള സ്ഥിരീകരണം ആണോ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഈ കാര്യം? അതുകൊണ്ട് BJP വലിയ ഉത്സാഹത്തിലാണ്, കോൺഗ്രസ് പ്രതിരോധത്തിലാണ്. പക്ഷേ കോൺഗ്രസ് അതിനെ ആക്രമിക്കുന്നത്, ബാലൻസ് ചെയ്യാനായി ആക്രമിക്കുന്നത്, അങ്ങനെ പറഞ്ഞാൽ ഒരു ദീർഘകാല കണക്കും കൂടെ പറയേണ്ടി വരും. ദീർഘകാല കണക്കനുസരിച്ച് എല്ലാ കാലത്തും ഈ പണം വന്നിട്ടുണ്ട്. ഈ ബൈഡൻ്റെ കാലത്ത് മാത്രമല്ല, മുൻകാലങ്ങളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ BJPയെ സഹായിക്കാനാണോ പണം വന്നത് എന്ന് മറുചോദ്യമായി കോൺഗ്രസ്, ഇപ്പോൾ പവൻ ഖേര കോൺഗ്രസിന് വേണ്ടി, അമിത് മാളവിയ BJP, ഒരു ആയുധം മാത്രമേ കോൺഗ്രസിന് പ്രയോഗിക്കാൻ പറ്റൂ.